യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ലോ മിനിസ്റ്റർ സർ ലോ മിനിസ്റ്റർ ഞാൻ പറഞ്ഞത് യെസ് ലോ മിനിസ്റ്റർ ബഹുമാനായ ശ്രീ മുനീർ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ്. ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത് ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അപകടമാണ്. അത് അങ്ങ് പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുന്നത്. അല്ല ഒരു മിനിറ്റ് പ്രതിപക്ഷം ഒരു മിനിറ്റ് അല്ല അദ്ദേഹത്തിന്റെ സംസാരം ആ രീതിയിലാണ് പോയത്. അത് തർക്കിക്കണ്ട. അല്ല അദ്ദേഹത്തിന്റെ ചർച്ച അങ്ങനെയാണ് ആദ്യം പോയത്. ചെയർ ഇടപെട്ടപ്പോഴാണ് അദ്ദേഹം മാറ്റിയത്. പറ. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ വി ജോയി ഡോക്ടർ മുനീറിന്റെ പേരെടുത്ത് പരാമർശിച്ച് രണ്ടു പേരുടെ പേര് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞാരാ? നിങ്ങളുടെ അംഗം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരൊരു കേസിലും പ്രതിയല്ല. അതിലല്ല തർക്കം. എന്താ ഈ അതിൽ തർക്കമില്ല. സാർ അങ്ങ് മുഴുവൻ കേട്ടില്ല. ഞാൻ പറയുന്നത് ആ ഭാഗം തെറ്റില്ല. പക്ഷെ അതിനിടയിൽ അദ്ദേഹം നടത്തിയൊരു വാചകം അദ്ദേഹം ശ്രദ്ധിച്ചാൽ മതി. അങ്ങ് എന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തിൽ വാദിക്കുന്നത്? വേണേ രേഖ നോക്കിക്കോളൂ. ബഹുമാനായ ചെയറും കേട്ടിട്ടുണ്ടല്ലോ. മലപ്പുറത്ത് പോലെ ആ പരാമർശം ഒരു മതത്തിനെതിരാണ്. അത് കൊടുവള്ളിയിലും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെപ്പോലെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു. അവനെ നിയമസഭയെ വേദിയാക്കാൻ പാടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഉപനേതാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പരാമർശങ്ങൾ അത്ര ശരിയായ രൂപത്തിലുള്ളതല്ല. അങ്ങ് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റം അത് പരിശോധിക്കാം. ഏതായാലും അതിൽ ചെയറിനൊരു അഭിപ്രായമുണ്ട്. നിയമസഭക്കകത്ത് പ്രയോഗിക്കുമ്പം ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല. സ്ലിപ്പാണോന്ന് അറിയില്ല. ഏതായാലും ആ രീതിയിലേക്ക് വന്നത് ശരിയായില്ല. മൈക്ക് കൊടുക്കും. അദ്ദേഹം അത് അവിടെ ഇങ്ങനെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി അങ്ങ് കാണണ്ടേ? അങ്ങനെ അവിടെ ധ്രുവീകരണം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണ് സർ. അതിനെ വേർതിരിച്ച് രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കരുത് സർ. പോയിന്റ് ക്ലിയർ. അപ്പൊ അതുകൊണ്ട് ജോയ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ. ജോയ് ആ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരേ പറഞ്ഞിട്ടുള്ളൂ. ജോയ് വേറെ ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പേര് കേസില്ല. ആ രണ്ടുപേര് തന്നെ പറയാൻ അത് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് നിങ്ങൾ ക്ലിയർ ചെയ്തു. അബുലൈസിന്റെ കാര്യം ക്ലിയർ ചെയ്തു. കേസില്ലാത്ത എന്തിന് മെൻഷൻ ചെയ്തു? അതിൽ പറഞ്ഞല്ലോ സഭാരേഖയെ നീക്കം ചെയ്യാന്ന് പറഞ്ഞു. ക്രമവിരുദ്ധമായ ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി.